അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപന ചടങ്ങിലുള്ള ചെലവ് കണ്ട് താൻ ഫണ്ട് വകമാറ്റൽ. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് 1.5 കോടി രൂപ വകമാറ്റിയാണ് പണം കണ്ടെത്തിയത്. ഒക്ടോബർ 26 തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. അല്പസമയത്തിനകം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത്. സുലൈസ കൊണ്ട് വിവരങ്ങൾ നൽകാനായി. സുലൈസക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫണ്ട് എവിടെ നിന്നുള്ളത്. ആ ഫണ്ട് വകമാറ്റി, അതായത് ബജറ്റ് വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്ന സമീപനം, കടുംവെട്ട് നടത്തുന്ന സമീപനമൊക്കെ ഉണ്ടാകുന്നു എന്ന തലത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഒക്ടോബർ 26 സെക്രട്ടറിയുടെ കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിലൊന്ന്, ഫണ്ട് വകമാറ്റിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ആഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ ഫണ്ട് എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവിടെ അതിദരിദ്രരായ മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തുകയിൽ നിന്നാണ് 1.5 കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ ഉദ്ഘാടന പരിപാടിയിലേക്ക് നൽകുന്നതെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് 2025-26 സാമ്പത്തിക വർഷം ഈ പദ്ധതിയിലേക്കായി 52.80 കോടി രൂപയാണ് തദ്ദേശ വകുപ്പ് മാറ്റിവെച്ചിരുന്നത്. അതിൽ നിന്നാണ് 1.5 കോടി രൂപ ഇന്ന് വൈകിട്ട് അല്പസമയത്തുള്ള നടക്കാൻ വേണ്ടി പോകുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിലേക്ക് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. അതായത് ഈ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അഡീഷണൽ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ TV IAS ആണ് ഇത്തരമൊരു ഉത്തരവ് പുറത്തിറക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കത്ത് കഴിഞ്ഞ 25-ാം തീയതി ലഭിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വർക്കിംഗ് ഗ്രൂപ്പ് വിളിച്ചു ചേർത്തുകൊണ്ട് ആ വർക്കിംഗ് ഗ്രൂപ്പ് ഈ 1.5 കോടി രൂപ മാറ്റിവെക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അതിൽ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക്, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി തുക മാറ്റിവെച്ചിരിക്കുന്നത് അതിദരിദ്രർക്ക് വീട് നിർമ്മിക്കാനായി മാറ്റിവെച്ച ഫണ്ടിൽ നിന്നാണ് എന്നതാണ്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഈ 1.5 കോടി രൂപ എടുക്കുമ്പോൾ ബാക്കി ഇനിയുള്ളത് 51.30 കോടി രൂപ മാത്രമാണ്. നേരത്തെ തന്നെ ഇത്ര വലിയ ആരോപണങ്ങൾ ഈ ഫണ്ട് വകമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ആ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പകർപ്പ് കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.